പിന്നെ എന്തായാലും ഒരു മാച്ചും കൂടെ ഉള്ളൂ ഫൈനൽ അല്ലേ, സൂപ്പർ ലീഗ് കേരള സീസൺ 2-ന്റെ. ജിഷ്ണനെ കണ്ടില്ലെന്ന് എന്തായി? ഞാൻ ട്രോഫി ആദ്യമായിട്ടാ കാണുന്നത്, ഇതിന് നേരിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, അടിപൊളിയായിരിക്കും. തൃശ്ശൂർ മാജിക് എഴുതിയാലും വലിയ മോശമൊന്നും ഉണ്ടാവില്ല. അതിപ്പോ എന്ത് എഴുതിയാലും മോശമൊന്നും ഉണ്ടാവില്ല. കണ്ണൂർ വാരിയേഴ്സിന് അതും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. സന്തോഷം കൂടി ഉണ്ടാവല്ലോ കുറച്ച് കൂടുതല്, അതിന് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക്. പക്ഷെ എന്തായാലും നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറമായിട്ട് അല്ലേ, ഭയങ്കര ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു റൺ ടു ദ ഫൈനലാണ് കണ്ണൂരിന്റെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാച്ച് വീക്ക് 9 നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു മാത്തമാറ്റിക്കലി ചിലപ്പോൾ കണ്ണൂരിനായിരിക്കും ഏറ്റവും ലീസ്റ്റ് ചാൻസ് എന്ന്. പക്ഷെ അതിനുശേഷം അവരുടെ സീസണിൽ വന്ന ആ ഒരു മാറ്റവും ഫൈനൽ വരെ എത്തി നിൽക്കുന്നു. ഒരു മത്സരം കൂടെ ജയിച്ചാൽ സൂപ്പർ ലീഗിന്റെ ചാമ്പ്യന്മാരെ. ഇൻക്രെഡിബിൾ റൺ അല്ലേ, പറയാനുള്ളത്. അത് കണ്ണൂർ ജയിച്ചു കഴിഞ്ഞാല് അതൊരു എന്താ ഒരു അടിപൊളി മൊമെന്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതേ പറഞ്ഞല്ലേ, ഒട്ടും അവസാനം ഏറ്റവും ചാൻസ് കുറവെന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ കണ്ണൂർ വാരിയേഴ്സ് ആദ്യം ഒരു ടോപ്പ് പെർഫോമൻസ് നടത്തിയിട്ട് പിന്നെ ഒരു ഡിപ്പിൽ ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം കൊമ്പൻസ് ഇങ്ങനെ കയറി വരുന്നു. പക്ഷെ അവസാനം എല്ലാം മാറി പറഞ്ഞു. എന്നിട്ട് സെമിയില് കാലിക്കറ്റിനെയാണ് നേരിടുന്നത്. അപ്പൊ കാലിക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്ത ടീമാണെന്ന് അറിയാലോ. അപ്പൊ അവർക്കെതിരെ അവരുടെ ഹോമിൽ ജയിക്കാന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പക്ഷെ അവിടെ പോയി തോപ്പിച്ച് എങ്ങനെ മാച്ച് എക്സ്പീരിയൻസ്? മാച്ച് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാല് കാലിക്കറ്റിന്റെ 6 കോൺസിക്യൂട്ടീവ് വിൻ എന്നാണ് അവര് കളിക്കാൻ വരുന്നത് സെമി ഫൈനൽസ്. കണ്ണൂർ വാരിയേഴ്സ് ആണെങ്കിൽ ഹോമിൽ ഒരു മാച്ചും ജയിച്ചിട്ടില്ല. വിന്നാണെങ്കിലും തൃശ്ശൂരിന്റെ എതിരെ ആ ഒരു ലാസ്റ്റ് മാച്ച് വീക്ക് 10 ഒരു വിന്നായിരുന്നു. അതുവരെയുള്ളതൊക്കെ കുറച്ച് ഷേക്കി റണ്ണാണ് കണ്ണൂർ വാരിയേഴ്സ് ആഫ്റ്റർ അവേ മാച്ചസ് ഉണ്ടായത്. അപ്പോൾ അതിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും, ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ണൂർ വാരിയേഴ്സിന് ഒരു ചാൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയായിരുന്നു. പക്ഷേ ഗ്രൗണ്ടിൽ ഫുട്ബോളേഴ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഗ്രൗണ്ടിൽ ലാസ്റ്റ് മൊമെന്റ് എന്താ സംഭവിക്കുക എന്നുള്ളത്. പ്ലേ ഓഫിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ യു ഹാവ് എല്ലാവർക്കും ഒരേപോലത്തെ ചാൻസസ് ആ 50-50 ചാൻസസ്. കാലിക്കറ്റ് FC മൈറ്റ് ബി ഓൺ ടോപ്പ് ഓഫ് ദ ടേബിൾ ആ സമയത്ത്. പക്ഷേ ആസ് ലോങ് ആസ് ദേ ഡോണ്ട് പെർഫോം വെൽ ഇൻ ദ ഗ്രൗണ്ട്, they don't get to the final. അത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തൊരു മാച്ചും കൂടെയായിരുന്നു അത്. നോ മാറ്റർ ഹൗ മച്ച് points you hold, how many matches you won, if you don't keep up your performance. ഈ ശരിക്കും ഇതിന്റെ റിവേഴ്സ് ഫിക്ചർ ഉണ്ടല്ലോ, കാലിക്കറ്റ് കണ്ണൂർ നടന്ന കളി. ആ കളി ശരിക്കും കണ്ണൂർ തോറ്റിട്ട് ആ ഒരു ഫുൾ അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ്ലി ഒരു നിരാശയുടെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം ലാസ്റ്റ് ഹോം മാച്ച് ആയിരുന്നു. പല പ്ലെയേഴ്സിലും ഇപ്പം നമുക്ക് അവരുടെ മനസ്സ് വായിക്കാൻ പറ്റില്ല, പക്ഷെ എല്ലാവരും ഒരു ക്വാളിഫിക്കേഷൻ അവരുടെ കയ്യെത്തും ദൂരത്തുനിന്ന് കുറച്ചങ്ങ് വഴുതി പോയോ എന്നുള്ളൊരു ഫീലായിരുന്നു. ആ ഒരു ലീഗ് മത്സരം കാലിക്കറ്റ് ജയിച്ച ആ ഒരു കണ്ണൂർ വന്ന് ജയിച്ചല്ലോ. പക്ഷെ എന്നിട്ട് സെമി ഫൈനലിൽ ഈ കാലിക്കറ്റ് ടീമിനെ തോപ്പിച്ച് ഫൈനലിൽ കയറുക എന്ന് പറഞ്ഞാൽ അത് നൽകാൻ പോകുന്ന കോൺഫിഡൻസ് ഭീകരമായിരിക്കും അല്ലേ. കാരണം ബെസ്റ്റ് ടീമിനെ ലീഗിലെ തോപ്പിച്ച് ഫൈനലിൽ കയറുക. നമ്മൾ ഷോ തുടങ്ങിയപ്പോൾ നമ്മൾ എല്ലാവരും സംസാരിച്ചിരുന്നു മൊമെന്റത്തിന്റെ ഒരു കാര്യം. അപ്പം ആ ഒരു ടീം കറക്റ്റ് ഒരു നോക്കൗട്ട് സ്റ്റേജിൽ പീക്ക് ചെയ്യുക അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കൃഷ്ണ പറഞ്ഞ പോലെ തന്നെ ഓൺ ദ ഡേ ആര് പെർഫോം ചെയ്യുന്ന ആ മെറിറ്റിലാണ് ഇത് ഡിസൈഡ് ആവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും കണ്ണൂർ വാരിയേഴ്സിന് ഭയങ്കര ഒരു മൊമെന്റം അല്ലേ ഇപ്പോൾ. അതെ, പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഇപ്പം കാലിക്കറ്റ് FC ആ ഒരു മൊമെന്റത്തിൽ കളിച്ചുകൊണ്ടിരുന്നിട്ട് പ്ലേ ഓഫിന് ചെറിയൊരു ഗ്യാപ്പ് വന്നല്ലോ. അപ്പം ആദ്യ മാച്ച് നടന്ന ഡേറ്റിലല്ല നടന്നു. അപ്പം അത് ആ ഒരു ഇപ്പം മൊമെന്റത്തെ ബാധിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ കണ്ണൂർ വാരിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അവര് അവസാന മാച്ച് ജയിച്ചു, പക്ഷേ അത് അവർക്ക് അങ്ങനെ സംഭവിക്കാമല്ലോ ചില സമയത്ത്. അതായത് നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും ബ്രേക്ക് വരുമ്പോൾ ആ ഒരു മൊമെന്റ് നഷ്ടപ്പെടുന്നതും അത് ഇല്ലാത്തത് പെട്ടെന്ന് അവർ ആ ഒരു മോട്ടിവേഷനിൽ വന്നിട്ട് തിരിച്ചു വരുന്നതും പ്ലേ ഓഫിൽ എൻ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാരണം കാലിക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സാധാരണഗതിയിലുള്ള ഒരു ഇന്റന്റ് എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ഫാക്ടർ കാലിക്കറ്റ് FCയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ണൂർ അത് കൃത്യമായിട്ട് മുതലാക്കി എന്നുള്ളതാണ്. അത് കിട്ടിയുള്ള ചാൻസ്, അതൊരു പെനാൽറ്റി സിറ്റുവേഷൻ ആണെങ്കിലും അത് ഉപയോഗപ്പെടുത്തി ആ ഒരു ഗോളിൽ കയറാൻ പറ്റി എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അന്നത്തെ മാച്ച് ആണെങ്കിലും 2 ടീമും ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു. ലൈക്ക് കണ്ണൂർ വാരിയേഴ്സ് ആണെങ്കിലും അന്നത്തെ ഒരു പെർഫോമൻസും അതേപോലെ തന്നെ തൃശ്ശൂർ മാജിക്കിനെതിരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ യു വിൽ ആക്ച്വലി വണ്ടർ വൈ ഡിഡ് ദേ ലൂസ് അറ്റ് ഹോം. ഇവര് എന്തുകൊണ്ട് ഇങ്ങനെ കളിച്ചില്ല എന്നുള്ള കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ് അവർ കാലിക്കറ്റിന്റെ എതിരെ ഇൻക്രെഡിബിൾ ആയിരുന്നു.
കാലിക്കറ്റ് FC they were playing really well. പക്ഷേ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു 6 consecutive wins ചാമ്പ്യൻ മെന്റാലിറ്റി സംടൈംസ് വിൽ നോട്ട് വർക്ക് ഗുഡ് ഫോർ യു. എല്ലാ സമയത്തും ചാമ്പ്യൻ മെന്റാലിറ്റിയിൽ ലൈക്ക് യു ഓൾറെഡി ഗോട്ട് ദി അപ്പർ ഹാൻഡ്, യു ഓൾറെഡി ദെയർ ഓൺ ടോപ്പ് ഓഫ് ദ ടേബിൾ, യു ഓൾറെഡി വിന്നിങ് എവറിഥിങ്, ബട്ട് ദാറ്റ് അലോൺ വോണ്ട് ഗിവ് യു ദ സ്പോട്ട് ഫോർ ഫൈനൽസ്. കണ്ണൂർ വാരിയേഴ്സ് ആണെങ്കിൽ ഈ പറഞ്ഞാൽ കിട്ടൂല, സെമിയിൽ ചാൻസ് ഇല്ലാന്ന് വിചാരിച്ച് നിൽക്കുന്ന പോയിന്റ് നിന്നാണ് ദേ ഗോട്ട് ദെയർ. അപ്പൊ നൗ ദേ ആർ ലൈക്ക് ഡു ഓർ ഡൈ, വി ഫൈനലി ഗോട്ടൻ ഹിയർ. അപ്പൊ എങ്ങനെയെങ്കിലും ഫൈനലിൽ എത്താന്നുള്ള മൈൻഡ് സെറ്റിലാണ് കണ്ണൂർ വാരിയേഴ്സ് വരുന്നത്. ദാറ്റ് ഗിവ്സ് എ വെരി ബിഗ് ചേഞ്ച്. ആ ഒരു മൈൻഡ് സെറ്റും ആ ഒരു പെർസ്പെക്റ്റീവും ക്യാൻ ആക്ച്വലി ചേഞ്ച് ദ കോഴ്സ് ഓഫ് ദ എൻറ്റയർ ഗെയിം, നോ മാറ്റർ വാട്ട് പൊസിഷൻ യു ഹോൾഡ് ഇൻ ദ ലീഗ് ടേബിൾ. ഇതുപോലത്തെ ഒരുപാട് മാച്ചസ് നമ്മൾ മുന്നേയും കണ്ടിട്ടുണ്ട് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസിലാണെങ്കിലും. ഇതുപോലത്തെ മാച്ചസ് ലൈക്ക് നേരെ ഫ്ലിപ്പ് ആയിട്ടുള്ള കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ദാറ്റ് ഹാപ്പനിങ് ഇൻ സൂപ്പർ ലീഗ് കേരള, അതും സീസൺ 2 ഇറ്റ്സ് സംതിങ് ദാറ്റ്സ് റിയലി ഇൻക്രെഡിബിൾ. കാരണം അത്രയും പാഷനും അത്രയും ഇമോഷൻസും ഇവോക്ക് ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് മാച്ചസും മാച്ച് വീക്സും ആയിരുന്നു അത്രയും നാളും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ തൃശ്ശൂർ മലപ്പുറം മാച്ച് ആണെങ്കിലും അതും അനദർ ഇതാണ്. അതെ, അത് കുറച്ച് 1-1 ആയി. അത് എന്താ, അത് നമ്മൾ ആക്ച്വലി എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ഫൈനൽ എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് മലപ്പുറം ആയിരിക്കും. പക്ഷെ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റ് ആണ്. കണ്ണൂർ തൃശ്ശൂർ ആ ഒരു സംഭവമാണ്. അപ്പം ആ ഒരു മാച്ചിലോട്ട് വരുന്ന സമയത്തും ഇപ്പൊ ആദ്യം ഗോൾ അടിച്ചു, അത് സെക്കൻഡ് ഗോൾ മലപ്പുറം അടിക്കുന്നത് ഒരു 45th ആ ഒരു ഹാഫ് ടൈം തീരാനാകുന്ന സമയത്താണ്. അപ്പോൾ അത് ആക്ച്വലി അതൊരു നല്ല ടൈമാണ്. കാരണം ഇപ്പം അങ്ങനത്തെ ഒരു സമയത്ത് ഗോൾ വന്നില്ലെങ്കിൽ ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി പ്ലാൻ ചെയ്യാൻ പറ്റും തൃശ്ശൂരിന്. പക്ഷെ ആ ഒരു ടൈമിൽ ഗോൾ വരുമ്പോൾ അവരുടെ പ്ലാനിങ് മൊത്തം തെറ്റും, മൊത്തത്തിൽ മാറേണ്ടി വരും. പിന്നെ അവര് സെക്കൻഡ് ഗോൾ അടിച്ചു. പിന്നെ കെനഡിക്ക് ഇഞ്ചുറി ആയിട്ടാണല്ലോ, അതുകൊണ്ട് സെക്കൻഡ് ഹാഫിലൊക്കെ വന്നു. പിന്നെ ആ ഒരു ക്രോസ് ബാർ ഇടിച്ചു പോയ സിറ്റുവേഷൻ വരെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഗെയിമാണ്. പക്ഷെ ആ മൂന്നാമത്തെ അത് ആ ഒരു അറ്റാക്കിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് വീണ്ടും അത് മാർക്കസ് ജോസഫ് അല്ലേ, മാർക്കസ് ജോസഫിനെ പറ്റി എന്താ ഭയങ്കര ഒരു, കാരണം എനിക്കറിയാം തുടക്കത്തിലെ കുറെ മത്സരങ്ങളിലും ഗോളുകൾ വരുന്നില്ലായിരുന്നു മാർക്കസ് ജോസഫിന്റെ ഭാഗത്ത്. സീസണിൽ ഗോളുകൾ അടിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പം പക്ഷെ നമ്മൾ മാർക്കസ് ജോസഫിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്കറിയാം എത്രത്തോളം വർക്ക് ചെയ്യുന്ന പ്ലെയർ ആണെന്ന് നമുക്കറിയാം. ഓഫ് ദ ബോളൊക്കെ ഒരുപാട് ഈ ചാനൽ റൺ ചെയ്യാനാണെങ്കിലും ഡിഫൻസ് സ്ട്രെച്ച് ചെയ്യാൻ ഒരുപാട് നല്ല റണ്ണുകൾ മേക്ക് ചെയ്യുന്നു. എപ്പോഴും ചില പ്ലെയേഴ്സിനെ നമ്മളെപ്പോഴും ഈ അവരുടെ ഗോളുകളിലോ അസിസ്റ്റുകളിലോ ആൾക്കാർ ജഡ്ജ് ചെയ്യും. പക്ഷെ അവരെ ഓഫ് ദ ബോൾ നടത്തുന്ന വർക്ക് റേറ്റും അതൊക്കെ ചില ആൾക്കാരൊക്കെ, ഞാൻ ഇപ്പോൾ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ആൾക്കാരൊക്കെ പറയുന്നൊരു കമന്റ് ഉണ്ട്, വർക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത പല പ്ലേയേഴ്സിനെയും ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ചിലർ ഉപയോഗിക്കുന്ന ഒരു ലൂസ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ടേമാണ് വർക്ക് റേറ്റ് എന്നുള്ളത്. ഞാൻ ശരിക്കും അത് പേഴ്സണലി ബിലീവ് ചെയ്യുന്ന ഒരാളല്ല. ആൻഡ് മാർക്കസ് ജോസഫ് അറിയാം ആ ഒരു ടീമിൽ നിന്നും കുറച്ച് മാറി നിൽക്കേണ്ട ഒരു ചെറിയൊരു പരിക്കിൻ്റെ ഇതുണ്ടായിരുന്നു. പിന്നെ ഇവാൻ മാർക്കോവിച്ച് അതുപോലെ തൃശ്ശൂർ മാജിക് ഈ മാച്ചിൽ ഇവാനെ പുറത്തിരുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു മാച്ചിൽ ഇയാളെ കൊണ്ടുവരുന്നത്. അത് ഇവാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞു എന്തോരം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പ്ലെയറാണ്. അതൊരു ബോൾഡ് ഡിസിഷൻ ആണ്. അപ്പോൾ അത് കോച്ചിങ് സ്റ്റാഫിനെ കുറിച്ച് നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, അവരുടെ ആ ഗ്രൂപ്പിനെ കുറിച്ച്. അങ്ങനെ ഒരു മാച്ചിൽ മാർക്കസ് വരുന്നു, എക്സ്പീരിയൻസ്. നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോളിൽ എണ്ണം പറഞ്ഞ് ഇഷ്ടംപോലെ ഗെയിമുകളിൽ ബിഗ് മാച്ചുകളിലൊക്കെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള പ്ലെയറാണ്, ടൈറ്റിലുകൾ അടിച്ചിട്ടുള്ള പ്ലെയറാണ്, ഗോൾഡൻ ബൂട്ട് അടിച്ചിട്ടുള്ള പ്ലെയറാണ്. അയാളുടെ ഒരു ക്വാളിറ്റി അയാൾ കാണിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനത്തെ ബിഗ് മാച്ചുകളിലൊക്കെയാണ് ആ ഒരു ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു കാരണം. വെൻ ഇറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ഇപ്പം സെമി ജിഷ്ണ പറഞ്ഞു പ്ലേ ഓഫിൽ ലീഗ് സ്റ്റേജിൽ എന്ത് നടന്നോട്ടെ, ഗോൾ അടിച്ചില്ല, അധികം മത്സരം കളിച്ചില്ല, അതൊന്നും ഇനി മാറ്റർ ചെയ്യുന്നില്ല. മാറ്റർ ചെയ്യുന്നത് സെമി ഫൈനൽ. ഈ 2 മത്സരങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, സീസൺ ഡിഫൈനിങ് മൊമെന്റുകളാണ്. അപ്പം അത് ഹാട്രിക്കും കൂടെ അടിക്കാന്ന് പറയുമ്പോഴത്തേക്കും പേഴ്സണലി ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി എനിക്ക് ആ പെർഫോമൻസ് കണ്ടപ്പോൾ. അത് ഇവാന്റെ ചേഞ്ച് കൊണ്ടുവന്നിട്ട് ആ ഒരു ക്രൂഷ്യൽ ചേഞ്ചിനെ നോ മാറ്റർ വാട്ട് അത് കീപ്പപ്പ് ചെയ്യണം എന്നുള്ളൊരു ഡിറ്റർമിനേഷനും കൂടിയാണ് ആ ഹാട്രിക്കിലേക്ക് വന്നത്. കാരണം ആ ചേഞ്ച് വലിയൊരു ചേഞ്ചാണ് എന്ന് ടീമിനും അറിയാം, പ്ലെയറിനും അറിയാം, കോച്ചിനും അറിയാം. അപ്പൊ ആ ഒരു ഇതും എൻ്റെ അകത്ത് വരുന്നുണ്ട്. ശരിക്കും ഈ തൃശ്ശൂർ മാജിക്, കണ്ണൂരും തൃശ്ശൂരും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫൈനൽ കളിക്കാൻ പോകുന്ന 2 ടീമുകളാണ്. കണ്ണൂർ വാരിയേഴ്സ് കഴിഞ്ഞ വർഷത്തെ ഒരു കോറിനെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തൊരു ടീമാണ്, ഫോറിനേഴ്സ് ആണെങ്കിലും കോച്ചാണെങ്കിലും. തൃശ്ശൂർ മാജിക് നേരെ അവരുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കി പക്ക കറക്റ്റ് സൈനിങ്ങുകളെ കൊണ്ടുവന്നു.
ലൈൻ ലീഡ് ചെയ്യാൻ മാർക്കസിനെ പോലെ ഒരു ഇന്ത്യൻ ഫുട്ബോളിൽ എക്സ്പീരിയൻസ് ഉള്ള ഫോർവേഡ് ഒന്നും ഇല്ല. ഇനി വന്നു മിഡ്ഫീൽഡിൽ. അങ്ങനെ മൈൽസിനെ പിന്നെ റിട്ടൈൻ ചെയ്തു. അങ്ങനെ നല്ലൊരു എവിടേക്കാണ് അവർക്ക് ആളെ ആവശ്യം നല്ല രീതിയിൽ റിക്രൂട്ട് ചെയ്യും. ജോപ്പോളഞ്ചേരി വന്നു കോച്ചായിട്ട്, ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. ഇപ്പം 2 വർഷം തുടർച്ചയായിട്ട് ഫൈനൽ കളിക്കുന്ന അസിസ്റ്റന്റ് കോച്ചായിട്ട്. അപ്പം കറക്റ്റ് രണ്ട് സ്ട്രാറ്റജി രണ്ടും സക്സസ്ഫുൾ ആയി. കണ്ണൂരിന്റെ ആ കോറ് റിട്ടൈൻ ചെയ്തുകൊണ്ട് അവർക്ക് ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ. കോച്ചിന്റെ മാനുവൽ സാഞ്ചസ് ആണെങ്കിലും പ്ലേയേഴ്സ് ആയിട്ടുള്ള ആ ഒരു കണക്ഷനൊക്കെ നമുക്കറിയാം. ഭയങ്കര കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം ആക്ച്വലി മാറ്റേഴ്സ് എന്നുള്ളത് പ്രൂവ് ചെയ്തതാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ റൺ. ആക്ച്വലി തൃശ്ശൂരിന്റെ ആണെങ്കിൽ ഫുൾ അഴിച്ചു പണിതിന് ശേഷം ഹൗ ക്യാൻ യു ബിൽഡ് സംതിങ് ന്യൂ ഔട്ട് ഓഫ് നത്തിങ് എന്നുള്ളതാണ് സംതിങ് മാജിക്കൽ സംഭവം. കാരണം ലാസ്റ്റ് സീസണിൽ തൃശ്ശൂർ മാജിക് ഒരു മത്സരം മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അവിടുന്നാണ് ഇപ്പോ ഫൈനൽസിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഫൈനൽസ് കളിച്ച ഫോഴ്സ കൊച്ചിയാണ് ഇപ്പൊ ആക്ച്വലി ലീഗിൽ ഏറ്റവും താഴെ. ലീഗിന്റെ ഒരു ഭയങ്കര ഒരു ഇതാണല്ലേ, ഭയങ്കര ഒരു കോറിലേഷൻ പോലെയാണ്. കാരണം കഴിഞ്ഞ കൊല്ലത്തെ ഫൈനലിസ്റ്റ് ആയിട്ടുള്ള ഹോർസ കൊച്ചി താഴെ വരുന്നു, കഴിഞ്ഞ വർഷം ഏറ്റവും താഴത്ത് വന്ന് തൃശ്ശൂർ മാജിക് ഫൈനലിൽ കളിക്കുന്നു. ഇപ്രാവശ്യം ടോപ്പ് ഓഫ് ദ ടേബിളിലുള്ള കാലിക്കറ്റ് FC ഫൈനലിൽ കയറാനിരിക്കുന്നു. അത് ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ടു ബി വെരി ഓണസ്റ്റ്, പേഴ്സണലി ഞാൻ ഓർത്തത് കാലിക്കറ്റ് ഫൈനലിൽ കളിക്കുന്നതാണ്. ഇത് ഞാൻ വീണ്ടും പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നും കണ്ണൂരിനെ എന്തുകൊണ്ട് ബാക്ക് ചെയ്യുന്നില്ല. കാരണം തുടക്കത്തിലെ കണ്ണൂര് പ്ലേ ഓഫിൽ വരില്ലെന്നായിരുന്നു എൻ്റെ പ്രൊഡിക്ഷൻ. പക്ഷെ അതല്ല, കാലിക്കറ്റ് FCയുടെ ആ ഒരു ഇതാണ് ഫുട്ബോളിലെ അൺപ്രഡിക്റ്റബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ടീമിന് അവിടെ ഒരു അടി തെറ്റിയെന്ന് ആലോചിക്കുന്നത് ശരിക്കും ആ റിസൾട്ട് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചത് കാലിക്കറ്റ് FC എങ്ങനെ ആ കളി ജയിക്കാതിരുന്നു. കാരണം ഇപ്പൊ അവി പറഞ്ഞ പോലെ ആ ബ്രേക്ക് ചിലപ്പോൾ വലിയൊരു ഫാക്ടർ ആയിരുന്നേക്കാം. കാരണം നല്ലോണം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം അടുത്ത മാച്ച് പെട്ടെന്ന് തന്നെ കളിക്കുക എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ഒരു ഫാക്ടർ. ആ ഒരു ബ്രേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആ ടീമിലൊരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതായിരിക്കാം. അതെ, ഇനിയിപ്പം ഫൈനലിലോട്ട് വരുമ്പോഴത്തേക്കും അതാ പറഞ്ഞ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതായത് ഇപ്പം അതിനു മുന്നേ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്, അതായത് ഈ തൃശ്ശൂരും കണ്ണൂരും ആദ്യമായിട്ടാണ് ഒരു ഹോമിൽ ഈ സീസണിലാണ് കളിക്കുന്നത്. അപ്പോൾ വന്ന സ്റ്റേഡിയം അവർ രണ്ടുപേരുമാണ് ഇപ്പം ഫൈനലിൽ കളിക്കാനായിട്ട് പോകുന്നത്. അതിലൊരു സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടക്കാൻ പോകുന്നത്. അത് സത്യത്തിൽ ഈ സൂപ്പർ ലീഗ് കേരളയുടെ ഒരു ആ ഒരു തീരുമാനം എടുത്തത്. കാരണം നെക്സ്റ്റ് ഇയറിൽ തന്നെ ഈ ടീമുകളെയൊക്കെ ഇങ്ങനെ അവർ ഹോമിൽ തന്നെ കളിക്കുക. അപ്പോൾ അത് എത്രത്തോളം സക്സസ്. അപ്പോൾ നമ്മൾ കണ്ണൂരിൽ കണ്ടാണ് ഏറ്റവും വോക്കലായിട്ടുള്ള ഫാൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം തൃശ്ശൂർ മാജിക്കിൻ്റെ മാച്ചിലും എല്ലാ മാച്ചിലും എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റേഡിയം ഫുള്ളായിരുന്നു എന്നുള്ളതാണ്. അപ്പം അത് ആ ഒരു ടീമിനെ മുന്നോട്ട് നയിക്കാനൊക്കെ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വേണം ആക്ച്വലി ആ ഒരു ഹോം സ്റ്റേഡിയത്തിൽ തന്നെ കളിക്കുക എന്ന് പറയുന്നത്. വേറെ സിറ്റിയിൽ കളിക്കുന്നതിനപ്പുറം ആ ഹോം സ്റ്റേഡിയത്തിൽ കളിക്കുക എന്ന് പറയുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു ഫാൻ കൾച്ചറും അത്യാവശ്യം നല്ലോണം ഡെവലപ്പ് ആവുന്നുണ്ട്. ഇപ്പം ഓരോ ഫാൻ ഗ്രൂപ്പുകൾ അവരുടെ ഇടയിലും ഭയങ്കര നല്ലൊരു ഹെൽത്തി ബാൻഡറൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഈ തൃശ്ശൂരിലൊക്കെ പോകുമ്പോഴും ഈ ഫാൻസിൻ്റെ ആണല്ലോ ഗെയിം, വളരെ ഫാൻസിന് ഭയങ്കര ആ ഒരു ഫാൻ എൻഗേജ്മെന്റ് എപ്പോഴും ഏതൊരു ലീഗിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സൂപ്പർ ലീഗിനെ സംബന്ധിച്ചോളം അത് ഈ ഏരിയകളിലൊക്കെ ഫുട്ബോൾ വീണ്ടും ആക്റ്റീവായി. കാരണം ഈ കുറേ ഡിസ്ട്രിക്റ്റുകൾക്കൊക്കെ ഒരു പഴയ തലമുറയ്ക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. പക്ഷെ പുതിയൊരു തലമുറയിലേക്ക് വരുമ്പോൾ അവർക്ക് ഇങ്ങനെ കേരളത്തിനൊരു ടീമുണ്ട്, ISL ടീമുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവരുടേതെന്ന് വിളിക്കാൻ പറ്റിയ ഭയങ്കര ക്ലോസ് ടു ഇപ്പോൾ ഒരു ജില്ലയ്ക്ക് ഒരു ടീം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറെ കുറേ ഫാക്ടേഴ്സ് അതിലേക്ക് വരും. ഭയങ്കര ഒരു ഐഡന്റിറ്റി, പേഴ്സണൽ ടച്ച് വരും. അപ്പം ഇനി അടുത്ത സീസണിൽ ഒരു എക്സ്പാൻഷനാണ് എല്ലാ ഫാൻസും പ്രതീക്ഷിക്കുന്നത്. ഇന്നിപ്പം പാലക്കാടിരിക്കുന്ന ഒരാൾ വിചാരിക്കുമേ തൃശ്ശൂർ കണ്ണൂർ എല്ലായിടത്തും ടീമുണ്ട്, നമുക്കൊരു ടീം വേണ്ടേ. അല്ലെങ്കിൽ വയനാട്ടിലിരിക്കുന്ന ഒരാൾ ഇത് തന്നെ ആലോചിക്കുന്നു, കാസർഗോഡുള്ള ഒരാൾ ഇത് ആലോചിക്കുന്നു. സൗത്തിലോട്ടും ഇപ്പം കോട്ടയം, കൊല്ലം അവിടെയൊക്കെ ഈ ഫുട്ബോൾ കൾച്ചറൊക്കെ ഒരുപാടുള്ള ജില്ലകളാണ്. അപ്പൊ സ്റ്റേഡിയംസും ഒക്കെ നമുക്ക് റെനോവേറ്റ് ചെയ്ത് വരാൻ പറ്റിയ സ്റ്റേഡിയംസ്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പാൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പറഞ്ഞ സൗത്തിൽ ഇപ്പം കുറച്ചും കൂടി ഇപ്പം നോർത്ത് ആണല്ലോ ഒരു കൂടുതൽ ക്ലബ്സ് വരുന്നത്. അപ്പം അങ്ങനെ എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുമെന്ന് തോന്നുന്നുണ്ട്. അതൊരു ഇയർലി അഫെയർ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. കാരണം കേരളത്തിന് ഫുട്ബോളിനോടുള്ള പാഷനും അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ ആൾക്കാർ ഫോളോ ചെയ്യുന്നതും ഭയങ്കര ആർഡന്റ്, ഭയങ്കര അൺകണ്ടീഷണൽ ആയിട്ടാണ്. അപ്പം നമ്മളുടെ സ്വന്തം ടീം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫാൻഡം, ഇറ്റ്സ് ഓൾസോ അബൌട്ട് ടാലൻസ്. ദർ ആർ സോ മെനി ടാലൻസ്. ഇവർക്ക് റൈസ് ചെയ്ത് വരാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. മുഹമ്മദ് സിനാൻ ഇസ് ദ വെരി ബിഗ് എക്സാമ്പിൾ. പറയാൻ വരുമായിരുന്നു സിനാന്റെ. കാരണം നമ്മൾ കണ്ണൂർ മാച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല. കാരണം
കണ്ണൂരിലെ ആദ്യത്തെ ഹോം മാച്ചിൽ അടിച്ചു, സെമിയിൽ കാലിക്കറ്റിനെ തോപ്പിക്കുന്ന പോലും സിനാനാണ്. ഓപ്പൺ ട്രയൽസ് എന്ന് വന്നൊരു പ്ലെയറാണ് കൃഷ്ണന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ടാലന്റുകൾക്ക് ഒരു വേദി കിട്ടുക എന്നുള്ളത്, ഇപ്പൊ പുതിയ ടീമുകൾ വരുമ്പോൾ കൂടുതൽ മാച്ചസ്, കൂടുതൽ ടീംസ്, കൂടുതൽ പ്ലെയേഴ്സിനുള്ള അവസരം, അതൊരു ഭയങ്കര കേരള ഫുട്ബോളിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു ഇതാണ്. കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇന്ത്യയിൽ ഗെയിം ടൈം പല പ്ലെയേഴ്സിനും കിട്ടുന്നില്ല. സ്റ്റേറ്റുകളിലും ലീഗുകളും പല ലീഗുകളുടെ സ്ട്രക്ചർ തന്നെ പ്രശ്നമാണ്. അപ്പം പിന്നെ ഇന്ത്യയിൽ ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പൊ സിനാനെ പോലുള്ള ടാലൻസ്, ഇപ്പോൾ ഓപ്പൺ ട്രയൽസ് എന്ന് വന്നൊരു പ്ലെയർ ആണ് സിനാൻ. അപ്പോൾ ഇതിന് മുന്നേ കളിച്ചിട്ടുള്ള ടൂർണമെന്റ്സിനെ പറ്റി ഞാൻ സിനാന്റെ അടുത്ത് ചോദിക്കുമ്പോൾ സിനാന് പറയാനുള്ളത് സൂപ്പർ ലീഗ് കേരള പോലത്തെ ഒരു പ്രൊഫഷണൽ ലീഗ് പോലുള്ളൊരു ടൂർണമെന്റ് അല്ല. ലൈക്ക് അങ്ങനെ ഒരു ടൂർണമെന്റിൽ സിനാൻ വന്ന് കളിക്കുന്നത് ഒരു ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം ആണ്. പക്ഷെ വെൻ യു ലുക്ക് അറ്റ് ഹിം ഇറ്റ് ഡസന്റ് സീം ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു ഫസ്റ്റ് ടൈമർ ആണ് ഇത്രയും പ്രൊഫഷണൽ ലീഗിൽ ഇത്രയും പ്രൊഫഷണൽസ് കളിക്കുന്ന, സിനാന്റെ കൂടെ കളിക്കുന്ന കണ്ണൂർ വാരിയേഴ്സിൽ തന്നെ ഉള്ള ബാക്കി പ്ലേയേഴ്സ്, ഇപ്പോൾ ഫോറിനേഴ്സ് ആണെങ്കിലും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, മെസ്സിനെയും റൊണാൾഡോനെയും ഫേസ് ചെയ്ത ഡിഫൻഡർ പോലും ഉണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെയുള്ള പ്ലേയേഴ്സിന്റെ കൂടെ കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന ടാലൻസ് നമ്മളെ നാട്ടിൽ ഇനിയും ഉണ്ടാവും എന്നുള്ള ഒരു റിഫ്ലക്ഷൻ ആണ് സിനാനെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ലാസ്റ്റ് മൊമെന്റിലാണ് സിനാൻ വരുന്നത് ടീമിലേക്ക്. അതുവരെ ടീം ഏകദേശം ഫൈനലൈസ് ആയിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള ഒരുപാട് ടാലൻസ് ഇനി ഉണ്ടാവുമല്ലോ. പുതിയ ആൾക്കാർക്ക് ഒരു വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും സിനാന്റെ ഈ സ്റ്റോറി. ഇൻസ്പിറേഷൻ ആയിരിക്കും അങ്ങനെയുള്ള ടാലൻസ് വരിക എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം എവിടെ ഇതേപോലെ ഉള്ള സിനാന്മാർ അല്ലെങ്കിൽ ഒരുപാട് താരങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാകും. പക്ഷെ അവർക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതായിരിക്കാം, അല്ലെങ്കിൽ അവർ ചിലപ്പം ഇത് പല റീസൺസ് ഉണ്ടാകും ഇങ്ങനെ ഒരു മെയിൻ സ്ട്രീമിലോട്ട് വരാത്തതിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ളവർക്കൊരു മോട്ടിവേഷനാണ്. ഇപ്പം ജിഷ്ണ പറഞ്ഞ പോലെ സിനാൻ ഇതിനു മുമ്പ് അങ്ങനെ ഒരു പ്രൊഫഷണൽ ഒരു ഇതിലല്ലാണ്ട് വന്നിട്ട് ഇപ്പോൾ SLKയിൽ ഇപ്പോൾ ടോപ്പ് സ്കോറേഴ്സിൻ്റെ ഒരു ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സിനാൻ്റെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ലെവല് ഒറ്റ സീസൺ കൊണ്ട് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ആ ഒരു ടാലന്റ് തന്നെയാണത്. അതാ അവന്റെ ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും കൂടിയാണ് കാണിക്കുന്നത്. പിന്നെ എനിക്ക് സിനാന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ, സിനാൻ ഇതിന് മുന്നേ ഹോം ഗ്രൗണ്ടുകളിൽ ഒരുപാട് മാച്ചിൽ ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിലും സിനാൻ അടിച്ച ഒരു മാച്ചിലും നമ്മൾ ജയിച്ചിട്ടില്ല. ദാറ്റ് വാസ് ആക്ച്വലി വെരി സാഡ്. ഇതുവരെ അങ്ങനെ ഒരു സാഡ്നെസ് ഉണ്ടായിരുന്നു അതിൽ. പക്ഷേ ഈ ഒരു സെമി ഫൈനലിൽ സിനാന്റെ ഗോളാണ് made way to the finals for Kannur Warriors. അതും ഹോമിൽ നടക്കാൻ പോകുന്ന ഫൈനലാണ്. സ്വന്തം നാട്ടിലേക്ക് കണ്ണൂരിനെ നോക്കൗട്ട്സിൽ, അതായത് ലീഗ് സ്റ്റേജിലൊക്കെ കണ്ണൂർ വാരിയേഴ്സിന് ഇതേപോലെ ഇപ്പം ഹോമിലാണ് കളിക്കാൻ പോകുന്നെങ്കിലും ഇത്തവണ ഹോമിൽ ജയിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആദ്യം കാലിക്കറ്റ് വെച്ച് നടക്കേണ്ട ഫൈനൽ ഇപ്പം കണ്ണൂർ വെച്ച് നടക്കാൻ പോവുകയാണ്. അപ്പം ആ ഒരു ജയം ഒരു ഫൈനൽ ആയി കഴിഞ്ഞാൽ കണ്ണൂർ ആരാധകർക്ക് കിട്ടുന്ന ഒരു സുഖം ഡിസേർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ജയം ഉണ്ടാവുകയാണെങ്കിൽ കണ്ണൂർ ഫാൻസ് ആക്ച്വലി ഡിസേർവ് ഇറ്റ്. കാരണം ലാസ്റ്റ് മാച്ച് കോഴിക്കോടിന്റെ കൂടെയുള്ള മാച്ച് നിവേദ ഉണ്ടായിരുന്നല്ലോ അവിടെ. അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ദ സ്റ്റേഡിയം വാസ് ഓൾമോസ്റ്റ് ഫുൾ. 4 മാച്ചിലും കണ്ണൂർ വാരിയേഴ്സ് അതുവരെയുള്ള പെർഫോമൻസ് കീപ്പപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണെങ്കിൽ പോലും ദേ വേ സ്റ്റിൽ എക്സ്പെക്ടിങ് സംതിങ്. കാലിക്കറ്റ് ടോപ്പ് ഓഫ് ദ ടേബിൾ ആണ്, അവർ അടിപൊളി ടീമാണ്, വൺ ഓഫ് ദ ടഫസ്റ്റ് കമ്പീറ്റഡ് ഓപ്പണന്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും പീപ്പിൾ വേ ത്രൈവിങ് ഇൻസൈഡ് ദ സ്റ്റേഡിയം, ബിലീവിങ് ഇൻ ദ ടീം. ആ ഒരു ഫുട്ബോൾ ഫ്രണ്ട്സിനെ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് അവർക്ക് എൻജോയ് ചെയ്യണം എന്നുള്ള കാരണം കൊണ്ടല്ലേ ആൾക്കാർ വരുന്നത്. അപ്പം മാച്ചസ് ജയിക്കുമ്പോൾ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. മീൻസ് പക്ഷെ ഇപ്പൊ കണ്ണൂർ നമ്മൾ പറഞ്ഞു ഒരു മത്സരം ഹോമിൽ ജയിക്കാണ്ടിരുന്നപ്പോഴും ലാസ്റ്റ് മത്സരത്തിൽ അവർ ആ സെയിം ഇന്റൻസിറ്റിയിൽ വന്ന് കളി 2 ഗോള് വഴങ്ങിയെങ്കിലും എന്നാലും അവർ നിർത്തുന്നില്ല. ചാൻഡിങ് ആണെങ്കിലും അതാണെങ്കിലും പിന്നെ ഒരു ഗോള് വരുന്ന അവസാനം ഒരു ഗോള് വരുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്പിരിറ്റ് അത് ശരിക്കും ആ ഫൈനല് ഹോസ്റ്റ് ചെയ്യാൻ അർഹിക്കുന്ന ഒരു വെന്യൂ തന്നെയാണ്. ശരിക്കും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും വെന്യൂ ആയിരുന്നേക്കാം. പക്ഷേ ഈ ടൂർണമെന്റ് അവസാനത്തേക്ക് എത്തുമ്പോഴത്തേക്കും കണ്ണൂരിന് വേണ്ടി കുറേ കാര്യങ്ങൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ്. ഇപ്പോൾ ഫൈനൽ കണ്ണൂരിലേക്ക് വരുന്നു. അപ്പം അതും കണ്ണൂർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതിന് മുന്നേ ഫൈനൽ ഡെസ്റ്റിനേഷൻ കണ്ണൂർ ഫിക്സ് ചെയ്തതാണ്. അതിനുശേഷമാണ് കണ്ണൂർ ക്വാളിഫൈ ചെയ്യുന്നത്. ദാറ്റ് മേക്സ് ഇറ്റ് ഈവൻ മോർ സ്വീറ്റർ. പിന്നെ അന്ന് മാച്ചിന് കാലിക്കറ്റിന്റെ എതിരെയുള്ള കണ്ണൂരിൽ ഹോമിൽ ഉണ്ടായിരുന്ന മാച്ചിന്റെ സമയത്ത് ഞാനിങ്ങനെ ഗാലറിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് തോറ്റു മാച്ച്, നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത് ഒരു ഗോളും കൂടി അടിക്കും, നമ്മളൊന്ന് വെറുതെ ഒന്ന് ആഘോഷിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ. That is what matters. That is what SLK has brought to different towns in Kerala.
ലൈക്ക് അവരുടെ ഹോം ടീം കളിക്കുമ്പോൾ അവര് ജയിച്ചാലും തോറ്റാലും ദേ ജസ്റ്റ് വാണ്ട് എ റീസൺ ടു എൻജോയ്. അവര് ഗോൾ അടിക്കാന്നുള്ള പുതിയ ആ ഒരു മാച്ചിന്റെ ആ ഒരു ഇന്റൻസിറ്റി ഇല്ലേ, ദേ ആർ ആക്ച്വലി എൻജോയിങ് ദാറ്റ്. അതാണ്. അപ്പൊ അവർക്കൊരു ഫൈനൽ ഷോ ഡൗൺ അതാണ് 19-ാം തീയതി നടക്കാൻ പോകുന്നത് കണ്ണൂര്. അതെ. അപ്പൊ ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ക്യൂരിയസ് ക്വസ്റ്റ്യൻ. ഇതുവരെ നമ്മൾ നടന്ന SLKയില് ഇതുവരെ നടന്ന എല്ലാ മാച്ചിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടാവും. അങ്ങനെ ഏത് മൊമെന്റ് എടുത്ത് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു പിന്നെ കണ്ണൂരിനെ തന്നെ ക്വാളിഫൈ ആക്കിയിട്ടുള്ള ആ ഒരു മാച്ചാണ്, അതായത് ഡിസൈഡ് ചെയ്തിട്ടുള്ളൊരു മാച്ച് ഉണ്ടല്ലോ, അതായത് തിരുവനന്തപുരം കൊമ്പൻസും കാലിക്കറ്റ് FC തമ്മിൽ നടന്നിട്ടുള്ള ആ മാച്ച്. അതായത് ആ ഒരു മൊമെന്റ് ഒരു ട്രിവാൻഡ്രം പ്ലേ ഓഫ് കയറി എന്ന ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു കളി മൊത്തത്തിൽ കാര്യങ്ങൾ ചേഞ്ച് ആകുന്നു. പെട്ടെന്ന് ആ ഒരു മൊമെന്റിൽ കണ്ണൂർ ഇതാകുന്നു, ഇവര് പിന്നെ ഔട്ടാകുന്നു. അപ്പൊ തീരുമാനിച്ചൊരു മാച്ച്, അത് തീരുമാനിക്കുന്നത് അതില് ഇല്ലാത്തൊരു ടീമാണ്. അപ്പം അത് ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, അതൊരു കിടിലൻ മാച്ചായിരുന്നു. കാരണം ഈ സീസണിലെ ഏറ്റവും വലിയ ഒരു റിസൾട്ടിന് ഇത്ര വലിയ കോൺസിക്വൻസ് അങ്ങനത്തെ ഒരു മാച്ചായിരുന്നു. അത് ഭയങ്കര അപ്രതീക്ഷിതമായ, എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടൊരു കളിയാണ് അത്. നമ്മുടെ മലപ്പുറം കൊച്ചിയിൽ കളിക്കാൻ വന്നൊരു മാച്ച് ഉണ്ടായിരുന്നു അന്ന്. ജോൺ കെനഡിയുടെ ഒരു ആദ്യമായിട്ടാണ് ഞാൻ ലൈവ് സ്റ്റേഡിയത്തിൽ, TV കണ്ടിട്ടുണ്ടെങ്കിലും സ്റ്റേഡിയത്തിൽ ജോൺ കെനഡി ഷോ എന്താണെന്ന് ഞാൻ ആദ്യം എൻജോയ് ചെയ്തൊരു മാച്ചാണത്. അത് ആ മാച്ചിന് ശേഷം അവിടെ നടന്ന സംഭവങ്ങളും, ലൈക്ക് ഫാൻസിൻ്റെ അടുത്ത് പോയി സെലിബ്രേറ്റ് ചെയ്തു. കെനഡി, ഞാൻ എൻ്റെ ഫോണിൽ ഇപ്പോഴും ഒരു ഫോട്ടോ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. കെനഡി മാൻ ഓഫ് ദ മാച്ചിൻ്റെ ട്രോഫി പിടിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് ഫാൻസ് ഉള്ളത്. അപ്പം ആ ഒരു മൊമെൻറ്റ് ശരിക്കും ഭയങ്കര ഒരു കിടിലൻ, മീൻസ് ആ ഒരു സ്പെഷ്യൽ നൈറ്റ് ആയിരുന്നു അത്. കെനഡിയുടെ ആ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് കാണുമ്പോൾ, കെനഡിയും റോയ് കൃഷ്ണ ആദ്യമായിട്ടാണ് ലൈനപ്പിൽ ഒരുമിച്ച് കളിക്കുന്നതെന്ന്, രണ്ടുപേരും ഗോൾ അടിക്കുന്നു. അങ്ങനെ ഒരു ഫോർസ കൊച്ചി, ടെക്നിക്കലി കൊച്ചിയിലെ ഒരാളായിട്ട് പോലും മലപ്പുറത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് ശരിക്കും ഭയങ്കര കെനഡിയുടെ പെർഫോമൻസ് തന്നെ പറയാൻ വേണമെങ്കിൽ. കാരണം കെനഡി എന്നൊരു പ്ലെയർ ശരിക്കും ഈ ലീഗിനെ 2 വർഷമായിട്ട് ശരിക്കും ഡിഫൈൻ ചെയ്തൊരു പ്ലെയർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഒരു എക്സ് ഫാക്ടറാണ് പുള്ളി. നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഈ സെമി ഫൈനൽ കഴിഞ്ഞ ആക്ച്വലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസൊക്കെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല. കെനഡിയുടെ കുറേ ഇങ്ങനെ ഫാൻസിനെ താങ്ക് ചെയ്യണം, കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് വിചാരിച്ചു ശരിക്കും പ്യുവർലി ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മേ ബി ഫൈനൽ കളിക്കാൻ ഡിസർവ് ചെയ്തൊരു പ്ലെയർ ആണെന്നൊക്കെ അല്ലേ വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു ടീം ഗെയിം ആണ്. സെമിയിൽ കളിക്കാൻ പറ്റിയില്ല, പക്ഷേ ഗോൾഡൻ ബൂട്ട് എനിക്ക് തോന്നുന്നു ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത സീസണും വരട്ടെ കെനഡി. അതിന് ഏത് ടീമിലാണോ, മലപ്പുറത്ത് തന്നെയാണോ? കാരണം കാലിക്കറ്റാണ്. പിന്നെ ജിഷ്ണയുടെ ഏതാണ് മൊമെന്റ്? അതോ വരാനിരിക്കുന്നതേ ഉള്ളോ? എന്റെ ആക്ച്വലി എനിക്ക് ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് ഇഷ്ടപ്പെട്ട. ഇപ്പം ഹബീബ് പറഞ്ഞ ആ മൊമെന്റ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാരണം അതിലൊരു ഫീറ്റ് ഡിസൈഡ് ചെയ്യപ്പെട്ടത് കണ്ണൂർ വാരിയേഴ്സിന്റെ ഫീറ്റ് കൂടി ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഗെയിമും കെനഡിയുടെ ദാറ്റ് ഈസ് ഓൾസോ സംതിങ് ദാറ്റ് ഐ റിയലി ലൈക്ക്. പക്ഷേ എനിക്ക് ആക്ച്വലി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന മൊമെന്റ് ഇസ് വെൻ ഐ വോണ്ട് ടു സീ കണ്ണൂർ വാരിയേഴ്സ് ഫൈനൽസ് കണ്ണൂരിൽ കളിക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ദാറ്റ് വുഡ് ബി വെരി സ്പെഷ്യൽ. കണ്ണൂർക്കാരി എന്നുള്ള നിലയിലും അതേപോലെ കണ്ണൂരിൽ ഇതുപോലുള്ള ഒരു ഫുട്ബോൾ ഫെസ്റ്റിവൽ തിരിച്ചു വരണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. സോ ദാറ്റ് ഈസ് ദി എക്സാക്ട് റീസൺ വൈ ഐ ആം ലൈക്കിംഗ് ദി എൻറ്റയർ തിങ്. അത് കണ്ണൂർ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ടീമിൻ്റെയും. അപ്പം ഇതൊന്നും അല്ലാണ്ട് ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഒരു മാച്ച് പറയുകയാണെങ്കിൽ, ഒരു മൊമെന്റ് പറയുകയാണെങ്കിൽ, എനിക്ക് കാലിക്കറ്റ് ഫോർസ കൊച്ചി മാച്ചില്ലേ 6-2 ഒരുപാട് ഗോൾസ് വന്നിട്ടുണ്ടായ മാച്ച്, ദാറ്റ് ഈസ് ലൈക്ക് ഹഡ്സന്റെ ഹാട്രിക് ഉള്ള കാലിക്കറ്റിന്റെ ആക്ച്വൽ ആ ഒരു വീര്യം കണ്ട ഒരു മാച്ചാണ് അത്. ലൈക്ക് യു കുഡ് സീ ദ റിഫ്ലക്ഷൻ ഓഫ് കാലിക്കറ്റ് ഭയങ്കര നന്നായിട്ട്. ഫോർസ കൊച്ചിയും അവരെങ്ങനെയാണ് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ അകത്ത് നല്ല വിസിബിൾ ആയിരുന്നു. അത് ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ഹങ്കർ പുറത്തെടുത്തൊരു കളി കാലിക്കറ്റ്. ആ കളിയും ഇതുപോലെ കൊച്ചിയിലാണ് ഞാൻ ലൈവ് സ്റ്റേഡിയത്തിൽ കണ്ട കളിയാണ്. ആ കളിയൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്നാണ് കാലിക്കറ്റിന്റെ പിന്നെ ഒരു ഭയങ്കര, പിന്നെ ഡെർബി കണ്ടു. പക്ഷെ ആ ഒരു പെർഫോമൻസിൽ ഭയങ്കര ഒരു നമ്മളാണ് ചാമ്പ്യന്മാർ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി അവർ പുറത്തെടുത്തൊരു മാച്ച് തന്നെയായിരുന്നു. പിന്നെ ഈ മലപ്പുറത്തിന്റെ ലാസ്റ്റ് ആ സെമി കയറിയ മാച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. 2-0 ഫോർസക്കെതിരെ പുറകെ നിന്നിട്ടാണ് തിരിച്ചു വന്നിട്ട്, അതും ഒരു നല്ല മാച്ചാണ്, ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ചായിരുന്നു. അങ്ങനെ നമ്മൾ മാച്ച് ബൈ മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാച്ചിലും ഈ ഒരു ഭയങ്കര ഒന്നും പ്രെഡിക്റ്റബിൾ അല്ലാത്ത മാച്ചസ് ചെയ്യുന്നു സൂപ്പർ ലീഗിൽ ഈ ഒരു സീസണിൽ അല്ലേ. ലൈക്ക്
ത്രൂ ഔട്ട് ടേബിൾ ആണെങ്കിലും അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊമ്പൻസ് എങ്ങനെയാണ് തേർഡ് സ്പോട്ടിൽ പിന്നെയും കണ്ടിന്യൂ ആയതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൈക്ക് ദേ സ്ട്രൈവ്ഡ് ഹാർഡ് ഫോർ ഇറ്റ്, പക്ഷേ ബാക്കിയുള്ള റിസൾട്ടും അതിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അപ്കമിങ് ഫൈനൽ അഗൈൻ സംതിങ് ദാറ്റ് വി കനോട്ട് പ്രെഡിക്റ്റ്. ഇപ്പം ഈവൻ ഇഫ് വി ആർ സിറ്റിംഗ് ആൻഡ് ഡൂയിങ് എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാം നോക്കിയാലും എൻഡ് ഓഫ് ദ ഡേ അന്ന് അവിടെ ആര് നന്നായിട്ട് പെർഫോം ചെയ്യുന്നോ ഇങ്ങനത്തെ മാച്ചുകളിൽ ഫോം ബുക്ക് പ്രഡിക്ഷൻ എല്ലാം അതായി ആ ദിവസം ആര് കളിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് രണ്ട് ടീമിനും മീൻസ് രണ്ട് ടീമും അർഹിക്കുന്നുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം രണ്ടുപേരുടെ ജേർണിയും കണ്ണൂര് ഒന്നും ഒരു പ്രതീക്ഷയില്ലാത്തൊരു രീതിയിൽ നിന്നൊന്ന് ഫൈനൽ വരെ എത്തി. തൃശ്ശൂർ കഴിഞ്ഞ കൊല്ലം ഏറ്റവും ലാസ്റ്റ് ഫിനിഷ് ചെയ്ത ടീം ഈ കൊല്ലം ഫൈനൽ കളിക്കുന്നു. ആര് ജയിച്ചാലും ഫുട്ബോൾ വിൻസ് അങ്ങനത്തെ ഒരു സംഭവമാണ്. രണ്ട് പുതിയ സിറ്റികൾ ആക്ടിവേറ്റ് ആയ രണ്ട് ടീമുകൾ ഫൈനൽ കളിക്കുന്നു. അതായത് സീസണിന്റെ തുടക്കത്തിൽ നല്ല ഫോം ഡിസ്പ്ലേ ചെയ്ത രണ്ട് ടീമാണ് കണ്ണൂരും തൃശ്ശൂരും. ആൻഡ് ദേ ആർ എൻഡിങ് അപ്പ് ഇൻ ദ ഫൈനൽസ്. അത് തന്നെ ഒരു ആ ടീമിൻ്റെ കൺസിസ്റ്റൻറ്റ് എഫേർട്സ്, രണ്ട് ടീമിൻ്റെയും കൺസിസ്റ്റൻറ്റ് എഫേർട്സ് പോർട്രേ ചെയ്യുന്ന ഒരു കാര്യമല്ലേ. കാരണം ഒരു തുടക്കത്തിൽ തന്നെ ഇപ്പോൾ തൃശ്ശൂരിൻ്റെതാണെങ്കിലും ഒരു പോയിന്റിന് ശേഷം തൃശ്ശൂർ വാസ് വിന്നിങ് ഓൾ ദി മാച്ചസ്. കണ്ണൂരിൽ വന്നിട്ട് ഒരു ഡ്രോ വന്നു, പിന്നെ അഗെയിൻ ദേ വെയർ വിന്നിങ്. കണ്ണൂർ വാരിയേഴ്സ് ആണെങ്കിൽ സ്റ്റിൽ അൺബീറ്റൻ അവേ ഫ്രം ഹോം. ഹോമിലുള്ള 5 മാച്ചസ് ആണ് ആക്ച്വലി ഭയങ്കര പ്രതീക്ഷകൾ ഇല്ലാണ്ടാക്കി കളഞ്ഞു. അപ്പൊ നമുക്ക് ഫൈനൽസ് എങ്ങനെ ഉണ്ടാവും നോക്കാം. 19th of December 6 മണി മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് കണ്ണൂർ വാരിയേഴ്സ് വേഴ്സസ് തൃശ്ശൂർ മാജിക് FC. നിങ്ങൾ എല്ലാവരും ഫൈനൽസ് കാണുക, ഫൈനൽസിന് വരിക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വാച്ച് സൂപ്പർ ലീഗ് കേരള സീസൺ 2 സൂപ്പർ റിവ്യൂ. താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺഡ്. ബൈ.